പൂർണ്ണവർഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് 13 × 39 × 21 × 7, 18 × 75 × 27 × 5, 21 × 63 × 12 × 49, 15 × 60 × 8 × 50. ഇതിലേതാണ് പൂർണ്ണവർഗം അല്ലാത്തത് എന്നാണ് ചോദ്യം. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അഭാജ്യ ഘടകങ്ങളാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനെല്ലാത്തിനെയും അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതണം. അഭാജ്യ സംഖ്യകൾ പറഞ്ഞാൽ 2, 3, 5, 7, 11 ഇതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ. ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക, അതാണ് അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ആദ്യത്തെ എടുക്കാം. 13 × 39 × 21 × 7. ഇതിൽ 13നെ നമുക്ക് ഗുണിച്ചെഴുതാൻ പറ്റില്ല. ഏത് സംഖ്യ ഗുണിച്ചാലും 13, 1 × 13 മാത്രമേ ഉള്ളൂ. അപ്പോൾ 13നെ നമുക്ക് അങ്ങനെ ഹരിച്ചെഴുതാൻ പറ്റില്ല. 39നെ 3 കൊണ്ട് ഹരിച്ചാൽ 13, 13 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പോൾ ഈ 39നെ നമുക്ക് 3 × 13 എന്ന് എഴുതാം. അതുപോലെ അടുത്തത് 21നെ 3 കൊണ്ട് ഹരിച്ചാൽ 7, 7 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പോൾ 21നെ 3 × 7 എന്ന് എഴുതാം. പിന്നെ 7 അത് 13 പോലെ വേറെ പിരിച്ചെഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ 13 × 39 × 21 × 7 എന്നുള്ളതിന് 13 അതുപോലെ ഇട്ടു. 39ന് പകരം 3 × 13 എന്ന് എഴുതി. 21ന് പകരം 3 × 7 എന്ന് എഴുതി. പിന്നെ × 7 എന്ന് എഴുതി. ഇനി നമുക്കിതിനെ ജോഡികളായിട്ട് എഴുതാം. ഇവിടെ ഒരു 13, ഒരു 13, 13 സ്ക്വയർ, ഒരു 3, ഒരു 3, 3 സ്ക്വയർ, പിന്നെ ഒരു 7, ഒരു 7, 7 സ്ക്വയർ. അപ്പോൾ നമ്മൾ ജോഡികളായിട്ട് എഴുതി. ഇതുപോലെ നമുക്ക് അടുത്ത് എടുക്കുക. 18 × 75 × 27 × 5. അതിലത്തെ ഓരോന്നായിട്ട് ഹരിക്കുക. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6, 3 കൊണ്ട് ഹരിച്ചാൽ 2, 2 കൊണ്ട് ഹരിച്ചാൽ 1. അടുത്തത് 75, 3 കൊണ്ട് ഹരിച്ചാൽ 25, 5 കൊണ്ട് ഹരിച്ചാൽ 5, 5 കൊണ്ട് ഹരിച്ചാൽ 1. അടുത്തത് 27, 3 കൊണ്ട് ഹരിച്ചാൽ 9, 3 കൊണ്ട് ഹരിച്ചാൽ 3, 3 കൊണ്ട് ഹരിച്ചാൽ 1. അടുത്ത 5നെ നമുക്ക് പിരിച്ചെഴുതാൻ പറ്റില്ല. അപ്പോൾ 18 × 75 × 27 × 5നെ പിരിച്ചെഴുതാം. 18നെ 3 ജോഡിയായിട്ട് എഴുതണം. 3 സ്ക്വയർ × 2, 3 സ്ക്വയർ × 2. ഇതിനെ ജോഡിയായിട്ട് എഴുതുമ്പോൾ 3 × 5 സ്ക്വയർ, 3 × 5 സ്ക്വയർ. ഇതിനെ ജോഡിയായിട്ട് എഴുതുമ്പോൾ 3 സ്ക്വയർ × 3, 3 സ്ക്വയർ × 3. പിന്നെ നമുക്ക് ഇതിൽ അവസാനം ഒരു 5 ഉണ്ട്, അതുപോലെ എഴുതി. ഇനി നമുക്ക് നോക്കുക. 3 സ്ക്വയർ അതുപോലെ എഴുതി. ഈ ഒരു 2ഉം ആ 2ന് ജോഡി എടുക്കാനില്ല. അപ്പോൾ 2 അതുപോലെ ഇട്ടു. പിന്നെ ഈ 3ഉം ഈ 3ഉം കൂടി 3 സ്ക്വയർ. പിന്നെ അടുത്ത 5 സ്ക്വയർ ഇട്ടു. അടുത്ത 3 സ്ക്വയർ ഇട്ടു. ഈ 5നും ജോഡിയില്ല. അപ്പോൾ ഇവിടെ ഈ 2ന് ജോഡിയില്ല, 5ന് ജോഡിയില്ല, അതവിടെ ഇരിക്കട്ടെ. അടുത്തത് 21 × 63 × 12 × 49 ഓരോന്നായിട്ട് എടുക്കുക. 21നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആദ്യം ചെയ്യേണ്ട. പിന്നെ 63നെ 3 കൊണ്ട് ഹരിച്ചാൽ 21, 3 കൊണ്ട് ഹരിച്ചാൽ 7, 7 കൊണ്ട് ഹരിച്ചാൽ 1. അടുത്തത് 12, 2 കൊണ്ട് ഹരിച്ചാൽ 6, 2 കൊണ്ട് ഹരിച്ചാൽ 3, 3 കൊണ്ട് ഹരിച്ചാൽ 1. അടുത്തത് 49, 7 കൊണ്ട് ഹരിച്ചാൽ 7, 7 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പോൾ 21 × 63 × 12 × 49നെ പിരിച്ചെഴുതാം. 21നെ നമുക്ക് 3 × 7 എന്ന് എഴുതി. 63നെ 3 സ്ക്വയർ × 7. ഇത് 12നെ 2 സ്ക്വയർ × 3, 2 സ്ക്വയർ × 3. 49നെ 7 സ്ക്വയർ. ഇനി നമുക്കിതിൽ ജോഡികൾ ചേർത്ത് എഴുതാം. ഈ 3ഉം ഇവിടെ ഒരു 3ഉം കൂടി 3 സ്ക്വയർ. അതുപോലെ ഈ ഒരു 7ഉം ഈ ഒരു 7ഉം 7 സ്ക്വയർ. പിന്നെ 3 സ്ക്വയർ എഴുതി. പിന്നെ 2 സ്ക്വയർ എഴുതി. പിന്നെ 7 സ്ക്വയർ എഴുതി. അപ്പോൾ ഇതിനും എല്ലാം ജോഡികളുണ്ട്, എല്ലാം സ്ക്വയറുകളുണ്ട്, ജോഡികളാണ്. അവസാനത്തെ ഒന്നും കൂടി ഉണ്ട്. 15 × 60 × 8 × 50. അതിൽ നമുക്ക് 15നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ 5, 5 കൊണ്ട് ഹരിച്ചപ്പോൾ 1. 60നെ 2 കൊണ്ട് ഹരിച്ചാൽ 30, 2 കൊണ്ട് ഹരിച്ചാൽ 15, 3 കൊണ്ട് ഹരിച്ചാൽ 5, 5 കൊണ്ട് ഹരിച്ചാൽ 1. അടുത്ത 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4, 2 കൊണ്ട് ഹരിച്ചാൽ 2, 2 കൊണ്ട് ഹരിച്ചാൽ 1. 50നെ 2 കൊണ്ട് ഹരിച്ചാൽ 25, 5 കൊണ്ട് ഹരിച്ചാൽ 5, 5 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പോൾ നമുക്ക് 15 × 60, 30 അല്ല 60, 15 × 60 × 8 × 50 പിരിച്ചെഴുതാം. 15നെ 3 × 5 × 60നെ 2 സ്ക്വയർ × 3 × 5, 2 സ്ക്വയർ × 3 × 5. 8നെ 2 സ്ക്വയർ × 2, 2 സ്ക്വയർ × 2. പിന്നെ 50നെ 2 × 5 സ്ക്വയർ, 2 × 5 സ്ക്വയർ. നമുക്കിത് ജോഡികൾ ചേർത്ത് എഴുതാം. ഈ 3ഉം ഈ ഒരു 3ഉം 3 സ്ക്വയർ. ഈ ഒരു 5ഉം ഈ ഒരു 5ഉം 5 സ്ക്വയർ. പിന്നെ 2 സ്ക്വയർ എടുത്ത് എഴുതി. വീണ്ടും 2 സ്ക്വയർ എടുത്ത് എഴുതി. അടുത്ത ഈ 2ഉം ഈ 2ഉം കൂടി ഒരു 2 സ്ക്വയർ. പിന്നെ ഈ 5 സ്ക്വയർ. ഇതിൽ നോക്കുമ്പോൾ എല്ലാതും സ്ക്വയർ ആയിട്ട് കിടക്കുകയാണ്, ജോഡികളില്ലാത്തതില്ല. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഓപ്ഷനിൽ എല്ലാം ജോഡികളായി കിടക്കണു, എല്ലാം സ്ക്വയറുകളാണ്. മൂന്നാമത്തേലും എല്ലാം സ്ക്വയറുകളായി കിടക്കണു, ജോഡികളായി കിടക്കണു. നാലാമത്തേലും എല്ലാ സ്ക്വയറുകളുണ്ട്, ജോഡികളായി കിടക്കുന്നു. ഈ രണ്ടാമത്തേൽ മാത്രം ഈ 2ന് ജോഡിയില്ല, 5ന് ജോഡിയില്ല. അപ്പോൾ ഈ ജോഡി ഇല്ലാതെ വരുന്നത് കൊണ്ട് അതാണ് ഈ തന്നതിൽ പൂർണ്ണവർഗം അല്ലാത്തത്. നമ്മൾ രണ്ടാമത്തെയാണ്.